Hi dear students, welcome back to Future Plus Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിൽട്ടന്റെ പ്രീ റൊമാൻറ്റിക്സ് എന്നുള്ള പേപ്പറിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ്. ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ റെസ്പോൺസസ് എന്നാണ് ബ്ലോക്കിന്റെ പേര്. ബ്ലോക്ക് 4 നമ്മൾ ചെറിയൊരു ബ്ലോക്കാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് നമ്മൾ ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങളുടെ ഒരു ബ്രീഫ് സമ്മറി എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റിൽ പഠിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് പോയിട്രി ഫ്രം ദ ഏജ് ഓഫ് മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ്, അതായത് മിൽട്ടൺ മുതൽ പ്രീ റൊമാൻറ്റിക്സ് വരെയുള്ള പോയിട്രിനെ കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. സോ റൈറ്റ് എ നോട്ട് ഓൺ മിൽട്ടൺസ് ഗ്രാൻഡ് സ്റ്റൈൽ. അവിടെ ഒന്നും കൂടി മിൽട്ടന്റെ ഗ്രാൻഡ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മാത്യു അർണോൾഡ് ആണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലിനെ വിശേഷിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ അല്ലെ. സോ മിൽട്ടൺ സ്റ്റൈൽ ഇൻ പാരഡൈസ് ലോസ്റ്റ് ഹാസ് justly been described as a grand style. The grand style is an account of the greatness of conception, the exercise of rich imagination, arrangement of dignified words in an impressive harmonious order, and the use of certain technical devices produces an impression of vastness in the reader's mind. In sure and flawless perfection of rhythm, diction, figures of speech, especially the use of epic and Homeric similes, Milton is as admirable as Virgil and Dante, and he is unique എന്ന് പറയുന്നു. So that is Milton's grand style എന്ന് പറയുന്നുണ്ട്. Okay, so Milton പാരഡൈസ് ലോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. പാരഡൈസ് ലോസ്റ്റിൽ മിൽട്ടന്റെ ആ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ എങ്ങനെയാണ് അദ്ദേഹം യൂസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. അടുത്തത് ബ്ലാങ്ക് വേഴ്സിനെ കുറിച്ച് പറയുന്നു. അതായത് നമ്മൾ സോഫാർ നമ്മൾ ആ പോയിട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ ടെക്നിക്കൽ ടേംസ് ഒക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. So Paradise Lost is a poem but is written in a blank verse. Okay, so this happens, lines do not rhyme but they do not follow iambic pentameter. Milton divided his lengthy poem into 12 books. Okay, 12 books ലാണ് അത് പറയുന്നത്. So which was written in a blank verse എന്ന് പറയുന്നു. And 12 പുസ്തകമാണ്. 12 പുസ്തകമായിട്ട് നമ്മൾ ഒരു വർക്കിന് എഴുതുമ്പോഴാണ് നമ്മൾ അതിനൊരു എപ്പിക് എന്ന് പറയാ. Okay, 12 പുസ്തകം. Boccaccioയുടെ Decameron is also epic, which is in 12 books. Okay, so they are not 12 different stories but continuation of the same stories. അപ്പോൾ 12 പുസ്തകം ഒരു ബുക്ക് 12 പുസ്തകം ഒരു വർക്ക് എന്ന് പറയുന്ന സമയത്ത് അത് 12 കഥകളല്ല, മറിച്ച് ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അടുത്തത് പ്രീ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ റൊമാൻറ്റിക് പീരീഡിലെ റൈറ്റേഴ്സിനെ തന്നെ പ്രീ റൊമാൻറ്റിക്കും പോസ്റ്റ് റൊമാൻറ്റിക്സും എന്ന് പറയുന്നുണ്ട്. പ്രീ റൊമാൻറ്റിക്സ് എന്ന് പറയുന്ന റൈറ്റേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള, അത് പ്രോസിലും പോയിട്രിയിലും ഒക്കെ ഉള്ള പ്രീ റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുന്നതാണ് വില്യം വേർഡ്സ്വർത്ത്, ടൈലർ കോൾറിഡ്ജ്, അതേപോലുള്ള റൈറ്റേഴ്സ്. അതുപോലെ തന്നെയാണ് തോമസ് ഗ്രേ, വില്യം ബ്ലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ പ്രീ റൊമാൻറ്റിസിസം വാസ് നോട്ട് എ റിയലി an intellectual moment per se. It is rather a label given by modern commentators to various development that the signal of the dissolution of the enlightenment paradigm and the emergence of new approaches. അത് വാൾട്ടർ കുട്സ് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ throughout the 18th century all over Europe signs appeared of new interest and new feeling about neglected elements in life and art. This is sometimes called 18th century romanticism or pre-romanticism by Jacques Basson എന്ന് പറയുന്നു. അടുത്തത് the main theme of pre-romantic literature എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ ടു നേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ പറഞ്ഞത്? റൂസോ ദ ഫിലോസഫർ പറഞ്ഞു ബാക്ക് ടു നേച്ചർ എന്നുള്ള അവരുടെ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് ദേ ഗിവ് മോർ പ്രോമിനൻസ് ടു നേച്ചർ, സെൽഫ് എക്സ്പ്രഷൻ, ഇൻഡിവിജ്വാലിറ്റി, ഫ്രീഡം ഓഫ് ദ പീപ്പിൾ, ഓൾസോ ദ തോട്ട്സ് ആൻഡ് ഇമോഷൻ ഓഫ് ദ പീപ്പിൾ. അതായത് ഗെറ്റ് ബാക്ക് ടു നേച്ചർ, അതായത് പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്നുള്ള റൂസോന്റെ ഫിലോസഫിന്റെ അടിസ്ഥാനത്തിലാണ് ദിസ് പർട്ടിക്കുലർ പ്രീ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഹു ടുക്ക് ദിസ് ഐഡിയൽസ്, അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞത്. ആൻഡ് ആ വൈൽഡ് ഗാർഡിനോസ് അല്ലെങ്കിൽ ലോൺലി ഡെസല്യൂട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ കുറിച്ച് പറയുന്നത്. ദി കൾട്ട് ഓഫ് സെൻസിബിലിറ്റി, മെലങ്കലി എക്സ്പ്രസ് ബൈ ദ ലവ്, ദ റൂയിൻസ്, ദ ഐഡിയലൈസേഷൻ ഓഫ് സോളിറ്റ്യൂഡ്, മെഡിറ്റേഷൻ ഓൺ മാൻസ് അൺഹാപ്പി ഡെസ്റ്റിനി, a cut off the primitive love, a love of strange, the exotic sublime, and interest in the middle age, and interest in Gothic architecture, and the climb of taste and imagination. ഇതെല്ലാം ഇപ്പൊ സോഫാർ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഈ കാര്യങ്ങളെല്ലാം the taste and imagination against the reason and subordinate, ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പ്രീ റൊമാൻറ്റിക്സിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ആ നേച്ചറിനോടുള്ളവരുടെ താല്പര്യം. അതുപോലെ തന്നെയാണ്
ഒരു മിനിറ്റ്. And a law of the strange, exotic, sublime, and internet in the Middle Age, which is considered as a mysterious and barbarous period, and interest in Gothic architecture. Pre-romantic പീരീഡിലാണ് ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഓരോ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ആയിട്ട് പറയാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് എഡ്വാർഡ് യങ്സിന്റെ മാസ്റ്റർ പീസ്, പിന്നെ തോമസ് ഗ്രേ പോലുള്ള റൈറ്റർ, പിന്നെ പ്രീ റൊമാൻറ്റിക് പ്രോസ് 18th century. There are few interesting novelists during the last 30 years of century. The novel develops along three main lines: the novel of manners, അതുപോലെ തന്നെ the novel of doctrine, Gothic novels. വില്യം ഗോഡ്വിനെ പോലുള്ള ഫിലോസഫേഴ്സിന്റെ പൊളിറ്റിക്കൽ ട്രീറ്റീസും ആ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നു. കോൾറിഡ്ജിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ ഈ പറഞ്ഞിട്ടുള്ള ഗോഡ്വിന്റെയും വർക്ക്സ് ആയിരുന്നു ആ കാലത്തുള്ള ആ റിലീജിയൻ ട്രാൻസിഷനൊക്കെ എതിരായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ള റൈറ്റർ ആണ് വില്യം ബ്ലേക്ക്. സ്പെസിഫിക്കലി പറയണം, വില്യം ബ്ലേക്ക് വാസ് ബോൺ ഇൻ ലണ്ടൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വില്യം ബ്ലേക്കിന്റെ വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ രണ്ട് എന്താ നമ്മൾ അതിന് പറയാ കളക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത, ദാറ്റ് സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും. ഇതാണ് നമുക്ക് യൂണിറ്റ് 1 പറയാനുള്ളത്. കുറച്ച് പോയിട്രിയും പ്രീ റൊമാൻറ്റിക് പിഞ്ച് പ്രീ റൊമാൻറ്റിക് വരെയുള്ള മേജർ ആയിട്ടുള്ള പോയിറ്റ്സിനെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത യൂണിറ്റിൽ നമുക്ക് വേറൊന്നായിട്ട് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.